ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞു, അതുപോലെ മിറ്റോടിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വലിയ പാനൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം കമ്മിയായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഒന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് കുറച്ച് പച്ചക്കറി ഒന്ന് മുറിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ്, ഒരു വലിയ ഉള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. ഈ ഐറ്റംസ് ഒന്നും നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ചായിട്ടോ ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇന്ന് പിന്നെ കുട്ടികൾക്കൊക്കെ ലീവാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വേലയായ കാരണം നമ്മുടെ കുറച്ച് ഭാഗത്തൊക്കെ ഇന്ന് സ്കൂൾ ലീവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ബദാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ നമ്മുടെ റിഫൈൻഡ് ഓയിലും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നുകൂടെ നന്നായി തന്നെ ഒന്ന് തിളയ്ക്കേണ്ട പരുവാകട്ടെ. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ എണ്ണ ഇപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസൊന്നും നമ്മുടെ അവിടെ ഒരുപാടൊന്നും വാങ്ങില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിയ അത്ര തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി തന്നെ വെന്ത് വരും കേട്ടോ. ഇങ്ങനെയുള്ള ഷേപ്പുള്ള പാസ്തയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ പാസ്ത നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അധികം വേവൊന്നുമില്ല കേട്ടോ. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാക്കുമ്പോഴേക്കും നന്നായി തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ഷയ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നാണ് കേട്ടോ പാസ്തയൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. വെള്ളം ഞാൻ കുറച്ച് വെച്ചത് കൂടിപ്പോയി കേട്ടോ. ഇത്ര വേണ്ട, കുറച്ച് കമ്മിയായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇത് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാൻ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് അതന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ അവിടെ നിന്ന് എന്തോ വർത്താനം പറയാൻ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല അതെന്താ പറയുന്നതെന്ന്. അപ്പോൾ ഞാനും അവളോട് തിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ നമ്മുടെ പാനിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു കഷ്ണം ബട്ടർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ബട്ടർ കഴിഞ്ഞു. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചി കൂടെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി കൂടെ ചേർത്ത് അതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം അല്ല നമ്മുടെ ക്യാരറ്റും ചേർത്ത് കൊടുത്തു. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഇതൊന്ന് വഴണ്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൂട്ടൊക്കെ നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു, 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഞാൻ പിന്നെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിസ്സ പാസ്ത സോസില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി തന്നെ നമ്മുടെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി തന്നെ നമ്മുടെ പാസ്ത ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ
സോസ് ഇത്തിരി കമ്മിയായ കാര്യം ഞാൻ കുറച്ചുകൂടെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോസിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോസ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇന്നാളെപ്പോഴും നമ്മുടെ ചീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചീസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ഇത് ചേർത്താൽ നന്നായിരിക്കുമല്ലോ. ഇതൊരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുകൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസ് കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പാസ്ത കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ അതിവിടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് നമ്മൾ ഉണ്ടാക്കാറില്ല. അതുപോലെ നൂഡിൽസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. കൂടുതലും നമ്മൾ നാച്ചുറലായിട്ടുള്ള നോർമലായിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് മാത്രം പോരല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഇതുകൂടെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം അവർക്കൊന്നും സ്കൂളില്ല കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി നമ്മളത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാല് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പശുവും പാൽ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആവശ്യത്തിനെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ നമ്മൾ നേരത്തെ കുറച്ച് ബദാം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതുപോലെ കുറച്ച് പാല് കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായി തന്നെ അരച്ചിട്ട് വരാം കേട്ടോ. നല്ല ഫൈനായി തന്നെ അരച്ചോളൂ കേട്ടോ. അപ്പോൾ ഏലക്ക വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലും നമ്മുടെ ബദാമും പഞ്ചസാരയും കൂടെ അരച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായി തന്നെ അരച്ചുകൊണ്ട് വരിക. ആ സമയം നമ്മുടെ പാലൊക്കെ നന്നായി തന്നെ ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പാൽ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു 2 സ്പൂൺ മധുരം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്താ നമ്മൾ ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ ബദാം മിൽക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് എന്താ എന്താ അതിൻ്റെ പേര്, കുങ്കുമപ്പൂവ്, അതൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ അതൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടൊന്നും മുതലാവില്ല. അപ്പം ഞാൻ അതിന് പകരം എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കാറുള്ളത്. പിന്നെ ഈ സമയം കൊണ്ട് നമ്മൾ അരച്ചിട്ട് വന്ന ബദാം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ലേശം പഞ്ചസാര കൂട്ടിയിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. മധുരം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 4-5 സ്പൂൺ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മധുരം ഇല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിരിക്കില്ല. ബദാമൊക്കെ ചേരുമ്പോൾ കുറച്ച് മധുരം വേണ്ടി വരും. നോർമലായിട്ട് നമ്മൾ ചായയാണെങ്കിൽ ഇത്ര മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഇത്രയും മധുരം നമ്മൾ 5 സ്പൂൺ ചേർത്തിട്ടും ലൈറ്റ് മധുരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളറിന് പകരം മഞ്ഞൾപ്പൊടി ചേർക്കാണ് നന്നായിരിക്കും കേട്ടോ. നമുക്കിതിൽ കാണുമ്പോൾ മഞ്ഞ കളർ ഇല്ലെങ്കിലും പക്ഷേ ഒരു ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളർ നമ്മുടെ പാലിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാലൊക്കെ നന്നായി തന്നെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഒരു 20 ബദാം നമ്മൾ വെള്ളത്തിലിട്ടതാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് പാലും ബദാമും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ പാലാക്കാനുള്ള ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഒന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായിട്ടുള്ള പാസ്തയും അതുപോലെ നല്ല ചൂടല്ല, ഒരു ഇളം ചൂടിൽ നമ്മുടെ ബദാം മിൽക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാസ്ത നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കുന്നതും നല്ലതാണ്, കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്തയൊക്കെ വിളമ്പി കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ ബദാം മിൽക്കൊക്കെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് തൊട്ടുകൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സോസ് കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ.
അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഉമ്മർത്തുകൊണ്ട് വെച്ച്. അപ്പോൾ അവിടെ നമ്മുടെ അശ്വനും ഏട്ടനും ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് ലേറ്റായിപ്പോയി. അതിന് ശേഷം വന്നിട്ട് വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ എന്താ പറയാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്കിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇന്നത്തോടെ ലാസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ തീർന്നില്ലേ ചോദിക്കരുത്. ഇന്നത്തോടെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ അമ്പലത്തിലെ പരിപാടികളൊക്കെ. ഇനി നമുക്ക് എന്താ പറയുക ശിവരാത്രി സമയത്താണ് കേട്ടോ ഉണ്ടായിരുന്നിരിക്കുന്നത്. നമ്മൾ അന്ന് പോയിട്ട് എന്താ പറയുക അമ്പലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വെറുതെ അത് നമ്മൾ ഇടുമ്പോൾ എല്ലാവർക്കും കാണാനൊരു ഇഷ്ടക്കേട് തോന്നുമായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വേറെ കുക്കിംഗ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒന്ന് ലീവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഏട്ടനില്ല കേട്ടോ, ഏട്ടൻ ഓഫീസിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ വെളി അടുക്കളയൊക്കെ അടിച്ചു. അതിന് ശേഷം നമ്മുടെ വാഷ് ബേസിനിൽ നമ്മൾ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാഷ് ബേസിൻ ശരിയായിട്ടില്ല കേട്ടോ, വെള്ളം തീർത്തും അവിടെ പോകുന്നില്ല. ഇനിയിപ്പോൾ ആളൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അവർ ഒഴിവിന് അനുസരിച്ച് വന്നിട്ട് നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലെ പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്കിനി ദിവസവും നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ എന്താ പറയുക കൂട്ടാൻ വെപ്പും ചോറ് വെപ്പും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അക്ഷയും അശ്വിനും കൂടെ ഒരു പേപ്പറും ബുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്ഷയ്ക്ക് ഇന്നാൾ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ചിത്രം വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വരച്ചത് എന്താണെന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അശ്വിനും അതിൻ്റെ ആൻസർ പറയുകയാണ്. അപ്പോൾ ഞാൻ അവൾ ചിത്രം വരച്ചത് എനിക്ക് കണ്ടപ്പോൾ അത്ര കണ്ട് മനസ്സിലായില്ല കേട്ടോ. അശ്വിന് മനസ്സിലായി കേട്ടോ. അശ്വിൻ എന്നിട്ട് പറയുകയും കൂടെ ചെയ്തു. അപ്പോൾ അത് കാണിക്കാൻ വന്നതായിരുന്നു കേട്ടോ അവർ രണ്ടാളും കൂടിയിട്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.